അവസാനത്തെ ചായ അല്ലേ? പെട്ടെന്നുള്ള യാത്ര ആയതുകൊണ്ട് തനിക്കൊരു ഗിഫ്റ്റ് പോലും വാങ്ങാൻ പറ്റിയില്ല. പിന്നെ ചിലർക്ക് കാശിന് ടൈറ്റായിരുന്നു. അത് ഈ പിള്ളേരുടെ സ്കൂളൊക്കെ തുറക്കുന്നോണ്ട്. പക്ഷേ ഈ ചായയുടെ പൈസ ഞാൻ കൊടുക്കും. മറുത്തൊന്നും പറയരുതേ, അതെങ്കിൽ എനിക്ക് ചെയ്തേ പറ്റൂ. പക്ഷെ ഞാനൊരു ഗിഫ്റ്റ് കരുതിയിട്ടുണ്ട്. മനുഷ്യന് മനസ്സിലാവാത്ത വല്ല പുസ്തകമായിരിക്കും. ലച്ചു പ്രസിഡന്റിനോട് ചോദിച്ച ആ ചോദ്യം. ആ സ്കൂളിൽ പഠിക്കുന്ന ചില കുട്ടികളെ എനിക്കറിയാം. അവര് പറഞ്ഞതാണ്. നിമ്മി, നിമ്മി, എന്റെ സ്വെറ്ററൊക്കെ മറ്റേ പെട്ടിയിൽ വെച്ചോ? അവിടെ ചെന്നാലും നിനക്ക് അങ്ങനെ ബോറടിച്ചിരിക്കേണ്ടി വരില്ല. സ്ത്രീകൾ ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ലച്ചുവിന്റെ ആ ചോദ്യം എന്തായിരുന്നു എന്ന് രാജീവിനറിയോ? അതവൾ അന്ന് എന്നോട് പറഞ്ഞിരുന്നു. നമ്മൾ തമ്മിലുള്ള ഒരു വഴക്കിനിടയിൽ നീ പറഞ്ഞൊരു കമന്റിൽ നിന്നാ അവൾക്ക് ചോദ്യം കിട്ടിയത്. തർക്കിക്കുമ്പോൾ നീ പറയാറുള്ള യൂഷ്വൽ കോമഡി തന്നെ. നിങ്ങൾ പെണ്ണുങ്ങളുടെ ആഗ്രഹത്തിന് വരെ എക്സ്പയറി ഡേറ്റ് ഉണ്ടെന്ന്. അതുകൊണ്ടാണ് നാട്ടിലും വീട്ടിലും ഒക്കെ ആണുങ്ങൾ മാത്രം മന്ത്രിമാരാകുന്നതെന്ന്. ഓർക്കുന്നുണ്ടോ? പക്ഷെ അതിൽ നിന്ന് അവൾ ഉണ്ടാക്കിയെടുത്ത ക്വസ്റ്റ്യന് ഹാറ്റ്സ് ഓഫ്. അത് കൃത്യമായിട്ട് എന്തായിരുന്നു എന്ന് ഞാൻ പറയാം. ഇന്ത്യയിലെ 14 പ്രധാനമന്ത്രിമാരിൽ ഒരാൾ മാത്രമാണ് സ്ത്രീ. 15 പ്രസിഡന്റുമാരിൽ ഒരാൾ മാത്രമാണ് സ്ത്രീ. മികച്ച സ്ത്രീകൾ ഇല്ലാതിരുന്നിട്ടോ? അതോ ആരോ അവളുടെ സ്വപ്നത്തിന് പരിധിയും കാലാവധിയും നിശ്ചയിക്കുന്നതുകൊണ്ടോ? Who decides the expiry date of a woman's dream? ഞാൻ വരുന്നില്ല രാജീവ്. ഞാൻ അയർലൻഡിലേക്കില്ല. ലച്ചുവിനോട് ഞാൻ സംസാരിക്കാം. അവൾക്ക് എന്നെ ആവശ്യമുള്ളപ്പോഴൊക്കെ ഞാൻ ഉണ്ടായിട്ടുണ്ട്. എല്ലാം മാറ്റിവെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ തീരുമാനവും അവൾക്ക് വേണ്ടി തന്നെയാണ്. എന്നെ കണ്ട് അവൾക്ക് തോന്നിയ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ. ഡയൽ ചെയ്ത് തരൂ. അതിനുള്ള സാവകാശം അവൾ എനിക്ക് തരും. നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല സർ, രാജ്യം മുഴുവൻ പരീക്ഷിക്കാവുന്ന ഈ പുതിയ ആശയങ്ങൾക്ക് പ്രചോദനമായത് നിരുപമ രാജീവ് എന്ന UD ക്ലർക്കാണ്. കാർഷിക രംഗത്തും ആരോഗ്യരംഗത്തും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന മഹത്തായ ഈ സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകാൻ നിരുപമ രാജീവിനെ തന്നെ ചുമതലപ്പെടുത്തണമെന്ന് ഞാൻ ശുപാർശ ചെയ്യുകയാണ്. അവരെനിക്ക് മുന്നിൽ സമർപ്പിച്ച ഈ റിപ്പോർട്ടാണ് ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഇവിടെ ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ പദ്ധതികൾക്ക് കാരണമായത്. ഇന്ന് എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. ഒരുപക്ഷെ കഴിഞ്ഞ 38 വർഷങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബർത്ത്ഡേ. 2 വർഷം മുമ്പ് ഇതേ പേജിൽ അമ്മയെക്കുറിച്ചുള്ള പരിഹാസങ്ങൾ കണ്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഇന്ന് അതേ പേജിൽ അമ്മയുടെ മകളായതിൻ്റെ പേരിൽ ഞാൻ ബഹുമാനിക്കപ്പെടുന്നു. വിഷമില്ലാത്ത ഭക്ഷണം തീന്മേശയിൽ എത്തിച്ചതിന് അമ്മയോട് നന്ദി പറയണമെന്ന് ഒരുപാട് പേർ എന്നെ പറഞ്ഞേൽപ്പിക്കുന്നു. ഭാവിയിൽ ആരെപ്പോലെ ആയി തീരണമെന്ന് ചോദിച്ചാൽ എനിക്കിന്ന് ഒറ്റ തുരമേ ഉള്ളൂ, നിരുപമ രാജീവിനെ പോലെ. താങ്ക് യു അമ്മ ഫോർ ബീയിങ് മൈ മദർ. ഇന്ന് അമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദിവസമാണ്. ഇങ്ങനൊരു ദിവസം ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഈ ദിവസത്തെ അമ്മ എങ്ങനെയാണ് ഫേസ് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. മറ്റേത് ചലഞ്ച് അമ്മ ഏറ്റെടുക്കുമ്പോഴും എനിക്ക് പേടി തോന്നിയിട്ടില്ല. പക്ഷേ ഇന്ന് അമ്മ പരാജയപ്പെട്ടു പോകുമോ എന്നൊരു അനാവശ്യ ഭയം എനിക്ക് തോന്നുന്നു. All my wishes are with her. Because today she is meeting the Honorable President of India.
നമസ്തേ. നമസ്തേ. ഇന്ന് അമ്മയോട് നിൽക്കുന്നത് ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ പേരിലല്ല, അതിന്റെ ഉത്തരമായിട്ടാണ്. Excuse me, please. What's that? സോറി, മൈ റൂം കീ. Okay, please. രാജീവ്, ലക്ഷ്മി. വെൽക്കം. So, these are your winter vacations? യെസ് സർ, വിൽ ബി ഗോയിങ് ബാക്ക് ഇൻ 10 days. Do you miss your mother? She doesn't let me miss her. 2 years ago, I wanted to meet an ordinary woman who asked me an extraordinary question. I was disappointed. Today, I'm meeting the same woman to discuss how to take her vision forward nationally. You fainted, but you woke up and turned your lowest point into a starting point. Young man, you should be very proud of your wife. Tell me, in the last 2 years, which moment of your life has been the happiest? Now. This moment. I'm told you've resigned your job at the Revenue Office. Yes, sir. Nirupama Rajiv calling from Rashtrapati Bhavan. ലോങ് ജേർണി മൈ ഡിയർ ഫ്രണ്ട്. നോ, കൊച്ചിയിൽ നിന്ന് വെറും 3 മണിക്കൂർ. അതെനിക്ക് മനസ്സിലാക്കി തരാൻ അന്വേഷിച്ചു വന്നതിന് താങ്ക്സ്. ഓ, അങ്ങനൊരു ഫോർമാലിറ്റി ഉണ്ടോ നമുക്കിടയിൽ? ഞാൻ അയർലൻഡിന് പോവുക സൂസൻ. ഒരു 20 day ട്രിപ്പ്. ലച്ചുവിനെ എനിക്ക് യൂറോപ്പ് മുഴുവൻ കാണിക്കണം. ഗ്രേറ്റ്. ബോർഡിംഗ് കോൾ. 2 ദിവസത്തെ കോൺഫറൻസ് ആണ്. എല്ലാ സൗത്ത് ഏഷ്യൻ കമ്പനി ഹെഡ്സും ഉണ്ടാവും. ഔട്ട്ഡേറ്റഡ് ചിന്തകൾ മാറ്റിയാലേ ടോപ്പ് കമ്പനീസിന്റെ ലിസ്റ്റിൽ എത്തൂവെന്ന് ഉദാഹരണ സഹിതം ബോധ്യപ്പെടുത്താൻ ഒരു പഴയ UDCയുടെ കഥ ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. ആ, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഹൗ ഓൾഡ് ആർ യു? ഇറ്റ് ഡസന്റ് മാറ്റർ. That's my girl.